അടുത്ത വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്കാണ് ഡോക്ടർ ഇൻ. പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാമെന്ന് തോന്നുന്നു. നാട്ടിലിപ്പോൾ പനിക്കാലമാണ്, പലരിലും പനിയുണ്ട്. ശരിക്കും പനി ഒരു രോഗമാണോ? ശരിക്കും പനി ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് പനിയെന്നും പനിയെക്കുറിച്ച് കൂടുതലായി കാര്യങ്ങൾ ഡോക്ടർ സൗമ്യ സരിൻ ഇന്ന് പറഞ്ഞു തരും. പലരും കരുതുന്നത് പനി ഒരു രോഗമാണ് എന്നാണ്. ഒരിക്കലും പനി ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. ധാരാളം കാരണങ്ങൾ കൊണ്ട് പനി വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അണുബാധകളാണ്, അതായത് ഇൻഫെക്ഷൻസ്. അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അണുബാധകളാണ്. എന്നാൽ അതിൽ മാത്രമല്ല പനി കാണുന്നത്. ചില സന്ദർഭങ്ങളിൽ റുമറ്റോളജിക്കൽ ആയിട്ടുള്ള വാദസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളിൽ പനി കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഹെമറ്റോളജിക്കൽ ആയിട്ടുള്ള, അതായത് രക്തസംബന്ധമായിട്ടുള്ള, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലുക്കീമിയ, രക്താർബുദത്തിൽ വിട്ടുമാറാത്ത പനി കാണാറുണ്ട്. സോ ഇങ്ങനെ പല പല വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് പനി വരാം. അപ്പൊ നമ്മൾ ചികിത്സിക്കേണ്ടത് പനിയെ മാത്രമല്ല, ആ പനിയുടെ കാരണത്തെ കൂടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പല ടെസ്റ്റുകളും ചെയ്യാറുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പനിയുടെ കൂടെ മൂത്രമൊഴിക്കുമ്പോൾ വേദന കൂടിയുണ്ട്, കടച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് മൂത്രപ്പഴുപ്പിനെയാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെയാണ്. ആ സമയത്ത് നമുക്ക് ബ്ലഡും അതുപോലെ യൂറിനും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ പറഞ്ഞ പോലെ പനിയുടെ കൂടെ നിങ്ങൾക്ക് സന്ധിവേദന ഉണ്ടെങ്കിൽ നമ്മൾ അത് സംബന്ധമായിട്ടുള്ള ഇപ്പോൾ ഒരു ഡെങ്കിപ്പനിയോ അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ സംശയിക്കുന്നു, അതിന് വേണ്ട ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു. സോ പനിയുള്ള ആൾക്ക് അതിന്റെ കൂടെയുള്ള ലക്ഷണങ്ങൾ കൂടി നോക്കിയാണ് എന്താണ് അസുഖമെന്ന് നമ്മൾ സംശയിക്കുന്നതും അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നതും. പനി ഒരു രോഗലക്ഷണമാണ്. മറ്റെന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറി പോകുന്ന ഒരു എന്താണ് പറയുക, ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഒരു ഫോറിൻ ബോഡി, അതിപ്പം അമീബിയ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അതൊക്കെ ആവാം. അത് വരുമ്പോഴാണ് എന്താണ് പറയുക, നമ്മുടെ അതിനെ സ്വാഭാവികമായിട്ട് തന്നെ ഒഴിവാക്കാൻ നമ്മുടെ ശരീരം ശ്രമിക്കുന്നു. അതാണ് ചൂടായി മാറുന്നത്, അതാണ് പനിയായിട്ട് അനുഭവപ്പെടുന്നത് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.